ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നരച്ച മുടി ഫുള്ളായിട്ടും മറയ്ക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ താരൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും മുടി നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഹെന്നയുടെ മിക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹെന്നാക്കൂട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെന്നാക്കൂട്ടാണ്. ഇത് മുടി ഫുള്ളായിട്ടും കൂടെ കറുപ്പാവുകയും അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും ഇതുപോലൊരു ഹെന്ന മിക്സ് നമ്മൾ ഇട്ട് കൊടുത്താൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെന്ന പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എടുത്ത് വെക്കുക. ഇതെന്ന് പറഞ്ഞാൽ മുടി ഫുള്ളായിട്ടും കവർ ചെയ്യുക. അതുപോലെ തന്നെ നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ഹെന്ന ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കട്ടൻ ചായയാണ്. നല്ല കടുപ്പത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇനിയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള സാധനങ്ങളാണ് ഇനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് കട്ടൻ ചായയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ആവശ്യത്തിന് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു ഹെന്ന പൗഡർ ഫുള്ളായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. അപ്പോൾ ഈ ഒരു തൈരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം വേണം അടുത്ത സാധനങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഒരു സാധനം കൂടി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതാണ് കുറച്ചുകൂടെ നന്നാവുക. അതേപോലെ തന്നെ ഇനി ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ആണി ഉണ്ടെങ്കിൽ അത് ഇതിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടുത്ത ദിവസം ഈ ഒരു രൂപത്തിലാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ മുട്ടയുടെ വെള്ള ചേർത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ മുട്ടയുടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു രൂപത്തിൽ ഈ ഒരു മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലേന്ന് ഒലിച്ചിറങ്ങില്ല, അതേപോലെ തന്നെ മുടിയിൽ നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. അതേപോലെ തന്നെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊരു 1.5 മണിക്കൂറൊക്കെ നമ്മളിത് മുടിയിൽ വെക്കുക. അതിൽ കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കണ്ടീഷണർ ഉണ്ടെങ്കിൽ കണ്ടീഷണർ വെച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ മുടി സോഫ്റ്റ് ആയിരിക്കും, നല്ല സിൽക്കി ആയിരിക്കും. മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മുടി നല്ല പോലെ സോഫ്റ്റ് ആയിരിക്കും, നല്ല സിൽക്കി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.